ഹായ് ഫ്രണ്ട്സ്, UAE ബിസിനസ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും ടെലികോം സർവീസുകൾ ഡൂൻ്റെയോ ടെസ്ലാത്തിൻ്റെയോ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഡൂൻ്റെ ബിസിനസ് സർവീസുകൾ യൂസ് ചെയ്യുന്ന വ്യക്തികളോടാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലി ഡൂൻ്റെ ബിസിനസ് സിം കാർഡിൻ്റെ ബില്ലിംഗ് പാർട്ട് അത് നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻലി ഇപ്പോൾ ഒരു പുതിയ സിം കാർഡ് എടുക്കുന്ന ഒരു വ്യക്തി, കമ്പനിയുടെ പേരിൽ പുതിയൊരു സിം കാർഡ് എടുക്കുന്ന വ്യക്തി, അദ്ദേഹം കമ്പനിയുടെ പേരിൽ സിം കാർഡ് എടുത്തു കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് മന്ത് അദ്ദേഹത്തിന് റിസീവ് ആവുന്ന ബില്ല് കാണുന്ന സമയത്ത് ഒരു പക്ഷേ സർപ്രൈസ് ആവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, അദ്ദേഹം 100 dirhamsന് ഒരു പ്ലാനാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. അതൊരു പക്ഷേ 30-ാം തീയതി ആയിരിക്കും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ വെരി നെക്സ്റ്റ് മന്ത് തന്നെ 1-ാം തീയതിയിൽ അദ്ദേഹത്തിന് ബില്ല് വരുന്ന എമൗണ്ട് 103 dirhams ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിനൊരു ഡൗട്ട് ഉണ്ടാവും. ഇത് ഒരു സെയിൽസ് ഏജൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിനൊരു ഡൗട്ട് ഉണ്ട്, എന്താണ് ഈ 103? ഞാൻ 100 dirhamsൻ്റെ പ്ലാനല്ലേ എടുത്തത്, അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇത്രയും ബില്ല് എങ്ങനെ വന്നു എന്നൊരു സംശയം ഉണ്ടാവും. നമ്മൾ UAE റെൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ താമസിക്കാൻ വേണ്ടി ലൈക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ കയറുക. ഇത് പറഞ്ഞ സെയിം സിസ്റ്റമാണ് ഡൂവും ഫോളോ ചെയ്യുന്നത്. അതായത് അഡ്വാൻസ് ബില്ലിംഗ് ആയിട്ട് നിങ്ങളെ മന്ത്ലി റെൻറ്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നുണ്ടാവും. അത് 100 dirhams ആണെങ്കിൽ അങ്ങനെ, ഇനിയിപ്പോൾ 200 ആയാലും 325 ആയാലും ഏത് പ്ലാൻ ആണെങ്കിലും അത് ഒരു മാസത്തെ ബില്ല് അഡീഷണലി അവരെന്ത് ചെയ്യുന്നുണ്ടാവും, അഡ്വാൻസ് ബില്ലായിട്ട് വാങ്ങിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ദിവസത്തെ ചാർജ് ആ 100 dirhams ഡിവൈഡഡ് ബൈ 30 കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ദിവസത്തെ ചാർജ് 30 ഡേറ്റിന് വാങ്ങിക്കുമ്പോൾ ഒരു ദിവസത്തെ ചാർജ് ആണല്ലോ. അപ്പോൾ അത് പ്ലസ് അഡ്വാൻസ് ബില്ലാണ് ഫസ്റ്റ് മന്ത് തന്നെ നിങ്ങൾക്ക് റിസീവ് ആവാം. അപ്പോൾ അതിനൊരു 21 days ഡ്യൂ ഡേറ്റും കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഈ ഒരു കേസിൽ സെക്കൻഡ് മന്ത് ബില്ല് വരുമ്പോൾ, രണ്ടാമത്തെ മാസത്തെ ബില്ല് വരുമ്പോൾ കസ്റ്റമർ ഒന്നും കൂടെ സർപ്രൈസ് ആവും. ഒരുപക്ഷെ അവിടെ അഡീഷണൽ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു 55 dirhams കൊടുത്തിട്ടുണ്ടാവും. അതും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്തിനാണ്? ലൈക്ക് ഞാൻ വീണ്ടും പറയുന്നു, സെയിൽസ് ഏജൻറ്റ് കൃത്യമായി ഗൈഡ് ചെയ്യാത്ത വശമാണ് നിങ്ങൾക്ക് ഈ സർപ്രൈസുകൾ ഉണ്ടാവുക. ഈ അഡീഷണൽ 55 dirhams എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആക്ടിവേഷൻ ചാർജാണ്. UAE ഡൂൻ്റെ ബിസിനസ് സിം കാർഡ്, പുതിയ സിം കാർഡ് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് 55 dirhams ചാർജ് ഉണ്ടാവും. അത് ചിലപ്പോൾ 10 അതിൽ കൂടുതലോ സിം കാർഡ് എടുക്കുന്ന സമയത്ത് ഡൂന് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം, ആ ഒരു ബില്ല് വേവ് ഓഫ് ചെയ്ത് തരണം, ആക്ടിവേഷൻ ചാർജ് ഒന്ന് വേവ് ഓഫ് ചെയ്ത് തരണം എന്ന് പറയുമ്പോൾ അതും ബേസ്ഡ് ഓൺ മാർക്കറ്റിംഗ് അപ്രൂവലാണ്. നിങ്ങൾക്കത് ലൈക്ക് അവർ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് മന്ത് ബില്ല് പ്ലസ് അതിൻ്റെ കൂടെ ഈ പറഞ്ഞ അഡീഷണൽ ആക്ടിവേഷൻ ചാർജ് 55 വെച്ചിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് മന്ത് ബില്ല് റിസീവ് ചെയ്യും. പിന്നെ അങ്ങോട്ടുള്ള എല്ലാ മാസവും കറക്റ്റ് നിങ്ങളുടെ പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് വിടുന്നുണ്ടാകും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ മറ്റ് കാര്യങ്ങളൊന്നും ലൈക്ക് കയറി വരണ്ട, എക്സ്ട്രാ ബില്ല് വരണ്ട, അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഹാർഡ് ക്യാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇടാൻ വേണ്ടി പറ്റും. പക്ഷേ ഹാർഡ് ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ RTA പാർക്കിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമില്ല, പാർക്കിംഗ് ഒന്നും ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാർഡ് ക്യാപ്പ് ആ സിമ്മുകളിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇറ്റിസ്ലാത്തിൻ്റെ ബിസിനസ് സിമ്മ് ഡൂലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ചാർജ് ഇല്ല കേട്ടോ, ഈ അഡീഷണൽ 55 dirhams ചാർജ് വരുന്നില്ല. അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ സിമ്മ് കമ്പനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്തും ഈ ഒരു 55 dirhams ചാർജ് ഇല്ല. ജസ്റ്റ് പുതിയ സിം കാർഡ് എടുക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു 55 dirhams ചാർജ് വരുന്നത്. ഇനി ബില്ലിങ്ങിൽ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.